നമസ്കാരം. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നതിൽ വലിയ ആഹ്ലാദത്തിലായിരുന്നു ലോകമെങ്ങുമുള്ള ആളുകൾ. എന്നാൽ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധസമാനമായ ചില അവസരങ്ങൾ, ചില രംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഉരുത്തിരിയുന്നുണ്ട് എന്നുള്ള ചില ആശങ്കകൾ ഇപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിക്കും എന്ന വിവരമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനയുമുണ്ട്. ഇതോടെ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ബെൻ ക്രൂഡ് ബാരലിന് $66.57 വരെ ഉയർന്നു. മറ്റ് ക്രൂഡ് ഇനങ്ങളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പേര് വെളിപ്പെടുത്താത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് CNN ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രയേൽ ആക്രമണ പദ്ധതി ഒരുക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. അമേരിക്കയും ഇറാനും ആണവ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഇസ്രയേലിൻ്റെ നീക്കം എന്നും എടുത്തു പറയുന്നുണ്ട്. ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തിയ അവസരത്തിൽ ഇറാനുമായി ആണവ ചർച്ച തുടങ്ങിയിരുന്നു. 4 തവണകളായി ചർച്ച നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒമാനിലും യൂറോപ്പിലും വച്ചായിരുന്നു ഈ ചർച്ചകളൊക്കെയും നടന്നത്. ഇനിയും ചർച്ച നടക്കുമെന്ന സൂചനയുണ്ട് എങ്കിലും തീയതിയോ അതിൻ്റെ സ്ഥലമോ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്ക ഇറാനെതിരെ കൂടുതൽ ഉപരോധം ചുമത്തുമോ എന്ന ആശങ്കയും ഇപ്പോൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ നീക്കം എണ്ണവില ഉയർത്തും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രയേൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില ആശങ്കകൾ, പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ ചില രംഗങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട് എന്നുള്ള ഒരു ആശങ്കയാണ് പൊതുവെ മാധ്യമങ്ങളിൽ നിറയുന്നത്.